കണ്ണേട്ടോ കേക്കോ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കും. ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലമില്ല. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഞാനൊരു എഞ്ചിനീയറാ, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റ്. അല്ല, ജോലി ഇല്ലാത്തൊരു തെറ്റല്ലല്ലോ, കിട്ടാത്തതാണല്ലോ. എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താണ് ജോലി കിട്ടാത്തത്? പഠിത്തം കണ്ടല്ലോ. ഏതുവരെ പഠിച്ചു? ബികോം ആണ്. ഞാനിതാരോടും പറയാറില്ല. BA പഠിച്ചോണ്ടിരിക്കണം. ആരാ ആരാ ഞാന് അതെന്താ സാർ അങ്ങനെ? ഞാനൊരു 3-4 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഒരു പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള സ്ഥാനമൊന്നുമില്ല ഇവിടെ. BA ഏതാ എടുത്തേ? അമ്മയ്ക്കറിയോ, ആനശാസ്ത്രത്തിൽ BA കാരനാണ് ഞാൻ. അത് ഏത് സർവകലാശാലയാ കൊടുക്കുന്നേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് LLB പഠിക്കുന്നുണ്ട്. LLB പഠിക്കാൻ പോകുന്നു. ഇനി മോഹിപ്പിക്കല്ലേ എന്റെ അച്ചു. ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കണു. ഈ നൂറ്റാണ്ടോടെ ലോകം അവസാനിക്കുന്നു പറയാറില്ലേ ചിലര്. LLB പഠിക്കുന്നുണ്ട്. LLB പഠിക്കാൻ പോകുന്നു. നിനക്കെന്ത് നോക്കാനുള്ള? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ടുവിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതല്ല. ജോലി ഇല്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്നാ ചോദിച്ചേ. ജോലി ഇല്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്നാ ചോദിച്ചേ. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഡെഫിനറ്റ്ലി കഴിക്കില്ല. കല്യാണം കഴിച്ചാൽ ഹരിക്ക് ജനം കൊടുക്കണ്ടേ? ആ വേണം. എന്തുകൊണ്ടാ കഴിക്കാത്തെ? അബദ്ധത്തിലെങ്ങാനും പിള്ളേരുണ്ടായി പോയാൽ അതിന് ചെലവ് കൊടുക്കണ്ടേ? ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. എന്റെ സങ്കല്പത്തിലെ ഭാര്യ എന്ന് വെച്ചാൽ ഒരു മോഡലിംഗ് ഗേൾ, ഒരു ഫാഷൻ ഡിസൈനർ, അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റർ. ഭാര്യക്ക് ജോലി ഇല്ലാതെ സിനിമ കണ്ടിയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. മനസ്സിലായി? 1000 നക്കാപ്പിച്ച കല്യാണം നടത്തുന്നതിനേക്കാളും ആണ്ടിൽ ഇതുപോലൊരു കൊയ്ത്ത് കിട്ടിയ പോരെ ആശാനെ. കറക്റ്റ്. സിനിമ നടിയാണോ വേണ്ടത്? സിനിമ നടിയാണെങ്കിൽ കൂടി ഞങ്ങൾ കല്യാണം കഴിക്കും. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ ഒരു ബാങ്ക് മാനേജർ ആകാൻ പോകുന്ന അച്ഛനും കുട്ടിയെന്ന VIP പറ്റി. ആ VIP വിവാഹം കഴിക്കേണ്ടത് ആരെയാ? സുന്ദരിയും വിദ്യാസമ്പന്നയുമായി മറ്റൊരു VIP പെൺകുട്ടിയെ. ആണ്. സിനിമ നടി, പാട്ടുകാരി, പിന്നെന്താ ഡയറക്ടർ, മറ്റുള്ള പെണ്ണുങ്ങളുണ്ടാവുമല്ലോ. ജോലിയിൽ കിട്ടുമോ? താങ്കൾ ഒരു കുഴപ്പമില്ല. പിന്നെ സാമ്പത്തികം നോക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടാത്തതിന് ഞമ്മക്ക്. പലരും താങ്കളെ പറ്റി പറയുന്നത് താങ്കൾക്ക് 100 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ല. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. നൊമ്പരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. ഈ 100 കോടി സ്വത്തുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഏതൊരു മീഡിയക്കാരാ പറയാറ്? ഏത് മീഡിയക്കാര്? പേര് പറയാൻ പറ്റില്ല. സ്വത്തുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നെ അധികം പൂഴ്ത്തി വഷളാക്കരുത്. ആരെപ്പോലെ ഇരിക്കുന്ന ഒരു എന്താ പാർട്ണർ വേണം എന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സങ്കല്പം? കല്യാണം കഴിഞ്ഞ് പോയെങ്കിലും പറയാൻ പറ്റുമോ അറിയാൻ പാടില്ല. ഇനി അതിനെ പ്രശ്നം അറിയാൻ പാടില്ലെങ്കിലും പറയാൻ കാവ്യമ പോലെ പോയിരിക്കും. നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാര് മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം. അല്ല, ദിലീപേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന കാവ്യമാധവനാണല്ലോ. ഇടിക്കാൻ പറയാറല്ലോ. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. എന്നിട്ടേ പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ, എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട.